ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അതും ഒരു കംപ്ലീറ്റ് ആവാത്തൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ശബരിമല പോകുന്നതിന് തലേദിവസമാണ് കേട്ടോ ചേട്ടൻ വന്നത് രാത്രിയിൽ. അപ്പോൾ ചേട്ടനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷൻ പോയതാണ്. പെട്ടെന്ന് മീൻസ് ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ ഒട്ടും സമയം കളയാതെ ഇറങ്ങിയതാണ് കേട്ടോ. കറക്റ്റ് സമയം ചേട്ടൻ വന്ന സമയത്ത് തന്നെ ഞങ്ങളും എത്തി. അങ്ങനെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. കുറച്ച് പോസ്റ്റ് ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു ചേട്ടൻ, പക്ഷേ എന്താ പറയാൻ ട്രെയിൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്തി. അപ്പം ചേട്ടനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ ചേട്ടനെ കണ്ടു. അവിടെ ചേട്ടനെ കണ്ടിട്ട് ചേട്ടൻ ഞങ്ങളെ കാണാതെ ഏട്ടനെ ഫോണിലോട്ട് വിളിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ചേട്ടൻ വേറെ എവിടെയോ പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ അവിടെ കാണുന്നില്ല. പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അപ്പുറത്തൂടെ കറങ്ങിയൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആൾ വരുന്നുണ്ട്. അവിടുന്ന് ഞാൻ ഇവിടുന്ന് BGM ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ഇതിനകത്തൊന്നും പിന്നെ ചേട്ടൻ വന്നപാടെ 2 കുട്ടീസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് 2 പേർക്കും ഒരു വലിയ മിൽക്കി ബാർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ചോദിക്കാതിരിക്കത്തില്ലല്ലോ. പിന്നെ ചേട്ടൻ അറിയുകയും ചെയ്യാം അവരെക്കാളും കുട്ടി ഞാനായിരിക്കുമെന്ന്. അപ്പം പിന്നെ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ്. അതിൻ്റെ ഇടയ്ക്കത്തെ ഒന്നും ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ശരിക്കും ഞാൻ എല്ലാ വീഡിയോസും എടുക്കാൻ വേണ്ടി ട്രൈപോഡൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടാണ് പോയതെങ്കിലും എടുത്തില്ല ഗൈസ്. എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് മടി ഇങ്ങനെ പിടിക്കും കേട്ടോ. അതാണ് മെയിൻ കാരണം. അപ്പം തലേദിവസമാണ് കേട്ടോ ഇത്. അപ്പം നെയ്ത്തേങ്ങ എല്ലാം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ നെയ്ത്തേങ്ങ നിറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിള്ളേർ സെറ്റ് 4 പേരും, പിന്നെ ചേട്ടനും ഏട്ടനും പിന്നെ എൻ്റെ ആങ്ങളെയും അണ്ണനോടാണ് കേട്ടോ. 4 പേരാണ് പോകുന്നത് ശബരിമലയിൽ. അപ്പം എന്താ കുഞ്ഞിയാണ് കുഞ്ഞി ഏട്ടനാണ് കന്യാസ്വാമിമാർ. അപ്പം അവരെ കൊണ്ട് തന്നെ ആദ്യമേ നിറപ്പിക്കുന്നുണ്ട് നെയ്ത്തേങ്ങ. ചെന്നയ്യപ്പോ സ്വാമി, ചെന്നയ്യപ്പോ, ചെന്നയ്യപ്പോ. നമ്മളെല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഏട്ടനാണെങ്കിൽ വലിയ പുതുമയോടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഇങ്ങനെ നിറയ്ക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നില്ല. അത് ആങ്ങളുടെ മോനാണ് കേട്ടോ. അവനാണെങ്കിൽ അണ്ണൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വഴക്കാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതാ ഇവിടെ ചേട്ടനാണ് കേട്ടോ സഹായിയായിട്ട് തേങ്ങയെല്ലാം നിറച്ചു കൊടുക്കുന്നതും അടച്ചു കൊടുക്കുന്നതും ഒക്കെ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി. അവളപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവരെയും നെയ്ത്തേങ്ങയൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെയാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കത്തൊന്നും ഞാൻ കാണിച്ചില്ല, പറഞ്ഞില്ല. ഇപ്പോൾ രാവിലെ പിള്ളേരൊക്കെ കുളിക്കാൻ വേണ്ടി കയറി, കുഞ്ഞ് അതുപോലെ എണീപ്പിച്ച് ഏട്ടൻ കുളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എല്ലാവർക്കും അമ്മയാണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ചായ കുടിച്ചു, ഏട്ടനും കൊടുത്തുട്ടോ ചായ. രാവിലെ വയറ് കാടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല, എന്നാലും ഇച്ചിരി ചായ കുടിച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കറുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പേർക്കും ഒരേപോലത്തെ ചുരിദാറൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ വീട്ടിൽ വെച്ച് അമ്മയോടും അച്ഛനോടൊക്കെ ഇറങ്ങാന്ന് പറയാം. അപ്പം അത്രയും ദൂരമായിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. അതും എല്ലാവരും പളനി യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് കെട്ടുമുറുക്കാനുള്ള തിരുമേനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ. 4 മണിയാകുമ്പോഴത്തേനും റെഡിയായി നിൽക്കും, നേരത്തെ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ തിരുമേനി 5 മണിയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയി കേട്ടോ. ആളാണെങ്കിൽ പനി കഴിഞ്ഞ ദിവസം ഉണ്ട്, അതിൻ്റെ തലേദിവസം കൊണ്ട് ശബരിമല പോയിട്ട് പനി പിടിച്ചിട്ടും ഗുളിക കണ്ട് കഴിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. ചെന്നയ്യപ്പോ, ചെന്നയ്യപ്പോ, ചെന്നയ്യപ്പോ. കർപ്പൂരം നമ്മളെ ഇടാറില്ല കേട്ടോ. സജ്ജിയിൽ വെച്ചാൽ കത്തിക്കാൻ പറയും. അത് നമ്മളല്ലാതെ ചെന്നയ്യപ്പോ, 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 ചെന്നയ്യപ്പോ. Sanayya po.
ശരണയ്യപ്പോ 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 ശരണയ്യപ്പോ. അങ്ങനെ തിരുമേനി വന്ന് എല്ലാവരും കെട്ടുന്നറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിയാണെങ്കിൽ ഓൾറെഡി ഒന്ന് അവിടെ ചാഞ്ഞിരുന്നൊന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഇവരെല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ട് പിന്നെ നെയ്ത്തേങ്ങ പോകുന്ന വഴിക്ക് നെയ്ത്തേങ്ങ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അമ്പലത്തിൽ, നമ്മുടെ ഇവിടുത്തുള്ള അമ്പലത്തിൽ. അപ്പോൾ അവിടെയൊക്കെ കയറി നെയ്ത്തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് അവർ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ അതാ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം വലിയ ഉഷാറിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഉറങ്ങിപ്പോയെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. കാരണം കുഞ്ഞ് ഓൾറെഡി ഇരുന്ന് ഉറക്കം തൂങ്ങുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ വണ്ടിയിലൊക്കെ കയറിയിട്ട് എനിക്കാണെങ്കിൽ ഇന്ന് ഒരു പോക്ക് പോകണം. അപ്പോൾ ഞാനാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലോട്ടാണ്. ഇപ്പോഴത്തേന് നേരം വെളുത്തോ 4 മണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ ഒരു 6 മണിയൊക്കെ ആയിട്ടോ പോയപ്പോൾ. അങ്ങനെ ദാ കുഞ്ഞിനെ കളിപ്പിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബസ്സിന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഗെയ്സ് ഞാൻ എൻ്റെ നാട്ടിലൂടെയുള്ള ബസ്സിന് കയറാൻ പോകുന്നത്. കുറേ നാളുകൾക്കല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അവിടെ പോയി ഇങ്ങനെ വിരിഞ്ഞിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഇങ്ങനെ നൊസ്റ്റു അടിച്ചു. എന്താ പണ്ടത്തെ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തുള്ള യാത്രയൊക്കെ ഇങ്ങനെ നൊസ്റ്റു അടിച്ചപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടൂരിൽ നിന്ന് പോകുമ്പോൾ അടൂർ എനിക്ക് കൂട്ടിനൊരാളൂടെ ഉണ്ട് കേട്ടോ, ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പം യാത്രയൊക്കെ പോയിട്ട് വരാം. അപ്പം ഞാൻ ശരിക്കും വന്നിട്ട് അവർ വരുമ്പോഴത്തേനും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിലും പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മറന്നുപോയതല്ല കേട്ടോ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് എന്നെ സാധിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കാതെ പോയത്. പിന്നെ ശബരിമലയിൽ അവർ വരുന്ന സമയത്തിന് മുമ്പേ തന്നെ ഞാൻ എത്തിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ പ്രിപ്പയർ ആയിട്ട് ഞാൻ ഇരുന്നെയാണ്. പക്ഷേ വീഡിയോ ഓണാക്കിയപ്പോഴത്തേക്കും സ്റ്റോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ